അനക സൗണ്ട് സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെ അനക, താങ്ക് യു. കുറച്ചുകൂടി ആൾക്കാർ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, സോ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. So in the last class we discussed about second module and second module introduction. Second module is about data link layer. What are the different functions, what are the different design issues, and what are the different protocols and methods used in data link layer. Okay, so data link layer endana ennu discuss cheyidu, adinte function endana ennu discuss cheyidu. Then എന്തൊക്കെയാണ് അതിൻ്റെ ഡിസൈൻ ഇഷ്യൂ, വാട്ട് ആർ ദ ഡിസൈൻ ഇഷ്യൂസ് ഓഫ് ഡാറ്റ ലിങ്ക് ലെയർ, ആൻഡ് ദർ ആർ മെയിൻലി 4 ഡിസൈൻ ഇഷ്യൂസ്, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് സർവീസ് പ്രൊവൈഡഡ് ടു ദ നെറ്റ്വർക്ക് ലെയർ, സെക്കൻഡ് വൺ ഫ്രെയിമിംഗ്, തേർഡ് വൺ എറർ കൺട്രോൾ, ആൻഡ് ഫോർത്ത് വൺ ഫ്ലോ കൺട്രോൾ. സർവീസ് പ്രൊവൈഡഡ് ടു ദ നെറ്റ്വർക്ക് ലെയർ മീൻസ് ഏതൊരു ലെയറിൻ്റെയും ഒരു മെയിൻ ഫങ്ഷനാലിറ്റി ഈസ് ടു പ്രൊവൈഡ് സർവീസ് ടു ദ അപ്പർ ആൻഡ് ലോവർ ലെയേഴ്സ്. സോ ഡാറ്റ ലിങ്ക് ലെയർ അതിൻ്റെ തൊട്ട് മുകളിലുള്ള നെറ്റ്വർക്ക് ലെയറിൽ എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ ടൈപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ സിറ്റുവേഷൻ. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് സർവീസസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് ഓഫേർഡ് ബൈ ദ ഡാറ്റ ലിങ്ക് ലെയർ ടു ദ നെറ്റ്വർക്ക് ലെയർ. 3 ഡിഫറെൻറ്റ് സർവീസസ് ഉണ്ടായിരുന്നു, അതെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? What are the different types of services provided by the data link layer to the network layer? 3 different type services ഉണ്ട്. എന്തൊക്കെയാണ് 3 types? And these types depends upon the reliability, acknowledgement, connection oriented or connectionless. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ഈ 3 types of services വരുന്നത്. So what are the 3 types of services? Yes, okay Anaga, first one is unacknowledged connectionless service. ഈ ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള രണ്ടും കിട്ടും, കാരണം ഇതിനകത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ മാത്രം മതി. ഫസ്റ്റ് വൺ ഈസ് അൺഅക്നോളജ്ഡ് കണക്ഷൻലെസ്. അങ്ങനെയാണെങ്കിൽ തന്നെ ബാക്കി രണ്ടും നമുക്ക് എളുപ്പം കിട്ടും. യെസ്, അക്നോളജ്ഡ് കണക്ഷൻ ഓറിയന്റഡ്, ഓക്കെ, ആൻഡ് acknowledged connectionless. Okay, Anaka Srishma, these are the 3 types of services. ഇത് കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം കിട്ടും. ഒന്ന് അൺഅക്നോളജ്ഡ് കണക്ഷൻലെസ് ആണെങ്കിൽ അടുത്തത് അക്നോളജ്ഡ് കണക്ഷൻലെസ് ആയിരിക്കും, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അക്നോളജ്ഡ് കണക്ഷൻ ഓറിയന്റഡ്. ഈ 2 കേസിലും ഒരു സെപ്പറേറ്റ് കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, ബട്ട് ഇൻ ദ സെക്കൻഡ് കേസ് അക്നോളജ്മെന്റ് നീഡഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ അക്നോളജ്മെന്റും ഉണ്ട്, കണക്ഷൻ ഓറിയന്റഡും ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് എക്സാമ്പിൾ ആയിട്ട് ഇത് TCP പറയാം, ബാക്കി രണ്ടിലും UDP ഒക്കെ പറയാം. ഓക്കെ, സോ ദീസ് ആർ ദ 3 types of services. Next one we discussed framing. Framing means how to deassemble or how to divide a large message into small frames. എങ്ങനെയാണ് ചെറിയ ഫ്രെയിംസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്നു, അതിനുശേഷം ചെക്സം കമ്പ്യൂട്ട് ചെയ്യുന്നു,
and when it reaches the destination, checksum വീണ്ടും recompute ചെയ്യുന്നു. Okay, so this is framing, and there are mainly 5 methods which are used for framing. And the first one is timing, second one byte count, third one character count, fourth one flag bytes with byte stuffing, and fifth one flag bits with bit stuffing. Timing എന്തായിരുന്നു? ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെലിനകത്ത് ഒരു സെറ്റ് ഓഫ് ഡാറ്റ, ഒരു സ്ട്രീം ഓഫ് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അതാണ് ടൈമിംഗ് മെത്തേഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് കോമൺലി യൂസ്ഡ്. സെക്കൻഡ് വൺ ബൈറ്റ് കൗണ്ട്. ബൈറ്റ് കൗണ്ട് മീൻസ് എത്ര ബൈറ്റുകൾ ചേർന്നിട്ടാണ് ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നത് എന്ന് തീരുമാനിക്കുന്നു. ആൻഡ് ഹെഡർ പാർട്ടിൽ ആ ബൈറ്റിൻ്റെ കൗണ്ട് കൂടി വെക്കും. ഓക്കെ, ഇത്രയും ബൈറ്റുകൾ ചേർന്നതാണ് ഈ വരുന്ന ഫ്രെയിം എന്നുള്ള ഇൻഫർമേഷൻ. തേർഡ് വൺ സെയിം ടൈപ്പ്, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ബൈറ്റ് കൗണ്ട് ഇറ്റ് പ്രൊവൈഡ് ക്യാരക്ടർ കൗണ്ട്. അത് ഹെഡറിൽ വെച്ചിട്ടുണ്ടാവും, എത്ര ക്യാരക്ടേഴ്സ് ചേർന്നിട്ടാണ് ആ മെസ്സേജ് അയക്കുന്നതെന്ന് ആ ഒരു ഹെഡർ ഫീൽഡിൽ ഉണ്ടായിരിക്കും. ഫോർത്ത് വൺ ഫ്ലാഗ് ബൈറ്റ്സ് വിത്ത് ബൈറ്റ് സ്റ്റഫിംഗ്. ഹിയർ വി ഡീലിമിറ്റ് ദ ഫ്രെയിം ബൈ യൂസിങ് എ സ്പെഷ്യൽ ഫ്ലാഗ് ഓർ സ്പെഷ്യൽ ക്യാരക്ടർ വിച്ച് ഈസ് കോൾഡ് ഫ്ലാഗ് ബൈറ്റ്. ഈ ഫ്ലാഗ് ബൈറ്റ് വെച്ച് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും വെച്ചിട്ട് നമ്മൾ ഒരു ഫ്രെയിമിനെ ഡീലിമിറ്റ് ചെയ്യുന്നു. ഓക്കെ, and the last one is flag bits with bit stuffing. Bit stuffing എന്ന് പറയുന്നത് ഇവിടെ ലോങ് സീക്വൻസ് ഓഫ് വൺസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. കാരണം ലോങ് സീക്വൻസ് ഓഫ് വൺസ് ആണ് മോസ്റ്റ് കോമൺലി ഇറേഴ്സ് ഉണ്ടാക്കുന്നുണ്ടാവുക. സോ വി സെപ്പറേറ്റ് ദ ലോങ് സീക്വൻസ് ഓഫ് വൺ ബൈ യൂസിങ് എ സ്പെഷ്യൽ പാറ്റേൺ. അത് ഫോർ എക്സാമ്പിൾ 5 കൺസിക്യൂട്ടീവ് 1 വരികയാണെങ്കിൽ ഒരു 0 വെച്ച് റിപ്ലേസ് ചെയ്യുന്നുണ്ടാവും. ആ രീതിയിലായിരിക്കും റിസീവർ സൈഡിലോട്ട് എത്തുന്നുണ്ടാവുക, സെൻറ്റർ മാറ്റിയിട്ട്. സോ റിസീവർ സൈഡിൽ 5 കൺസിക്യൂട്ടീവ് 1s ഫോളോഡ് ബൈ എ 0 കാണുകയാണെങ്കിൽ അത് മനസ്സിലാക്കും, ഓക്കെ ദിസ് ഈസ് എ ബിറ്റ് പാറ്റേൺ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പഴയ രീതിയിൽ തന്നെ ഈ 0 ഒഴിവാക്കിയിട്ട് ആക്ച്വൽ ഡാറ്റ എടുക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ളതായിരുന്നു ഫ്രെയിമിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്. ആഫ്റ്റർ ദാറ്റ് വി ഡിസ്കസ്ഡ് ഇറർ കൺട്രോൾ. എന്താണ് ഇറർ കൺട്രോൾ, ആ ഇറർ കൺട്രോളിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. And this error control mechanism include mainly 3 types. First one acknowledged, not acknowledged. Second one timeout, and third one sequence number. ഇതിൽ എന്തായിരുന്നു acknowledged, not acknowledged? ഒരു മെസ്സേജ് സെൻഡറിൽ നിന്ന് റിസീവറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ റിസീവർ അക്നോളജ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, നിങ്ങൾ അയച്ച മെസ്സേജ് പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എത്തിയിട്ട് അവിടെ എത്തി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറയും, ഓക്കെ നിങ്ങൾ അയച്ച മെസ്സേജ് എത്തിയിട്ടുണ്ട്, ബട്ട് ഇറർ സംഭവിച്ചിട്ടുണ്ട്, മാറ്റി ഒന്നുകൂടി അയക്കണം എന്നുള്ള ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് അക്നോളജ്മെൻറ്റ്, നോട്ട് അക്നോളജ്മെൻറ്റ്. സെക്കൻഡ് വൺ ടൈം ഔട്ട്. ടൈം ഔട്ട് എവിടെയായിരുന്നു യൂസ് ചെയ്യുന്നത്? ടൈം ഔട്ട് യൂസ് ചെയ്യുന്നത് ലോസ്റ്റ് ഫ്രെയിംസിൻ്റെ കേസിലാണ്. ലോസ്റ്റ് ഫ്രെയിം മീൻസ് ഒരു ഫ്രെയിം ആക്ച്വലി നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ലോസ് ആയി പോവാം. ആ കേസിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ഔട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു 2 പാർട്ടീസ് തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാവും. ഈ മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ അവിടെ എത്തിയിരിക്കണം, അതായത് ഒരു 5 സെക്കൻഡിനുള്ളിൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കണം. 5 സെക്കൻഡ് കഴിഞ്ഞിട്ടും അത് എത്തിയിട്ടില്ല എങ്കിൽ ദ ഡെസ്റ്റിനേഷൻ ഓർ ദ 5 സെക്കൻഡ് കഴിഞ്ഞിട്ടും ഒരു അക്നോളജ്മെന്റ് തിരിച്ച് സെൻറ്ററിലോട്ട് എത്തിയിട്ടില്ല എങ്കിൽ സെൻറ്റർ വിൽ ഐഡന്റിഫൈ ദാറ്റ് ഓക്കെ ദർ ഒക്കേർഡ് ദാറ്റ് ഫ്രെയിം ഈസ് ലോസ്റ്റ്. ആ ഫ്രെയിം ലോസ് ആയി പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി അയക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ഔട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ സീക്വൻസ് നമ്പർ ഈസ് യൂസ്ഡ് ഫോർ ദ ഓർഡറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് സീക്വൻസ് നമ്പർ അയക്കുന്നത്. നമ്മൾ ലാർജ് മെസ്സേജിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അയക്കുന്നത്. സോ ആ മെസ്സേജ് കറക്റ്റ് ഓർഡറിൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇറർ ഫ്രീ ആയിട്ട് ഒരു മെസ്സേജ് അവിടെ എത്തി എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഫോർ ദാറ്റ് പർപ്പസ് വി യൂസ് ദ സീക്വൻസ് നമ്പർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ സീക്വൻസ് നമ്പർ നോക്കുന്നു ഡെസ്റ്റിനേഷനിൽ. ഓക്കെ, 1 കഴിഞ്ഞ് 3 ഉള്ളതെങ്കിൽ 2 എടുത്തിട്ട് ഇൻ ബിറ്റ്വീൻ വെക്കുന്നു. അങ്ങനെ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് സീക്വൻസ് നമ്പർ ബേസിൽ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ദീസ് ആർ ദ ബേസിക് മേജർ ഇറർ കൺട്രോളിംഗ് ജനറൽ ടെക്നിക്. ദെൻ ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ എന്തായിരുന്നു? ഫ്ലോ കൺട്രോൾ, ഇറർ കൺട്രോൾ മാറിപ്പോകരുത്. ഫ്ലോ കൺട്രോൾ മീൻസ് ഒരു സെൻഡർ ഫാസ്റ്റായിട്ട് സെൻഡ് ചെയ്യുന്നു, അത്രയും സ്പീഡിൽ റിസീവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ റിസീവർ പറയും ഓക്കെ നിങ്ങൾ സ്പീഡ് ഒന്ന് കുറക്കൂ എന്ന് പറഞ്ഞ് സ്പീഡ് കുറച്ചിട്ട് അയക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോ കൺട്രോൾ. And there are mainly 2 types of approaches. One is feedback based flow control and second one is rate based flow control. ഇത് ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഫ്ലോ കൺട്രോളിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ്.
ഫീഡ്ബാക്ക് ബേസ്ഡ് ഫ്ലോ കൺട്രോളും റേറ്റ് ബേസ്ഡ് ഫ്ലോ കൺട്രോളും. ഫീഡ്ബാക്ക് ബേസ്ഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസീവർ ഒരു ഫീഡ്ബാക്ക് തിരിച്ച് സെൻഡറിന് കൊടുക്കും. ഓക്കെ, നിങ്ങൾ ഇത്രയും ഫാസ്റ്റിൽ അയക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, കുറേ മെസ്സേജ് ലോസ് ആയി പോകുന്നു, ബഫറും ഓൾറെഡി ഫില്ലായിട്ടുണ്ട്, സോ യു ജസ്റ്റ് റെഡ്യൂസ് ദ സ്പീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. സോ സെൻഡർ അതിനുശേഷം കുറച്ച് ചെറിയ റേറ്റ് ആയിരിക്കും ഡാറ്റ അയക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ സെൻഡർ വളരെ കുറഞ്ഞ റേറ്റിലാണ് അയക്കുന്നത്. സോ റിസീവർക്ക് ഇപ്പോൾ കൂടുതൽ എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി വന്നു. സോ റിസീവർ വിൽ ഇൻഫോം ദ സെൻഡർ ദാറ്റ് നൗ ഐ ആം ഏബിൾ ടു ഹാൻഡിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ, സോ യു ക്യാൻ സെൻഡ് മോർ ഡാറ്റ എന്നുള്ള ഇൻഫർമേഷൻ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. സോ ആ കേസിൽ സെൻഡർ കുറച്ചുകൂടി ഡാറ്റ റേറ്റിൽ സ്പീഡിലായിരിക്കും ഡാറ്റ അയക്കുന്നുണ്ടാവുക. That kind of flow control technique is called feedback based flow control. Okay. Second one is rate based flow control. ഇവിടെ നമ്മൾ ഫീഡ്ബാക്ക് യൂസ് ചെയ്തിട്ടല്ല ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്, പകരം പ്രോട്ടോകോൾസിനെ ബിൽഡ് ചെയ്യും. പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ റൂൾസിനെ ബിൽഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഡാറ്റ റേറ്റിനെ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടാവുക. That kind of flow control technique is called rate based flow control. Okay. So feedback based and rate based flow control. First one based on feedback. Second one is not based on feedback. It's accomplished by using protocols. Protocols alle rules define ചെയ്തിട്ടാണ് ഈ ഒരു flow control achieve ചെയ്യുന്നത്. These are the general classification of flow control. Okay. Now flow control techniques. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന flow control techniques രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റും, രണ്ട് സ്ലൈഡിംഗ് വിൻഡോവും. നമ്മളെ ഇറർ കൺട്രോൾ മെക്കാനിസത്തിൻ്റെ അകത്തും സെയിം ടേം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ആൻഡ് സ്ലൈഡിംഗ് വിൻഡോ. ഓക്കെ, സോ ആ ഒരു വ്യത്യാസം ചേഞ്ച് നിങ്ങൾക്ക് മാറിപ്പോകരുത്. രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ രണ്ടിലും സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ആണ്, രണ്ടിലും സ്ലൈഡിംഗ് വിൻഡോ ആണ്. ആൻഡ് ദ ഇറർ കൺട്രോൾ ടെക്നിക് സ്ലൈഡിംഗ് വിൻഡോ ഇസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു. ഹിയർ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ആൻഡ് സ്ലൈഡിംഗ് വിൻഡോ. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് കൺസെപ്റ്റ് സെയിം ആണ്, നമ്മൾ മുന്നേ പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെയാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. എന്താണ് ആക്ച്വലി സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? What is stop and wait concept? Actually ഇററിന്റെ കേസിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഫ്ലോ കൺട്രോളിന്റെ കേസിലും ഉള്ളത്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. സോ എന്താണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്? വാട്ട് ഈസ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് കൺസെപ്റ്റ്? എനിവൺ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, സിമ്പിൾ കൺസെപ്റ്റുകളാണ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. വാട്ട് ഈസ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്? വാട്ട് ഈസ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് കൺസെപ്റ്റ്? ഓക്കെ ഓക്കെ റൈസ, വെയിറ്റ് ഫോർ അക്നോളജ്മെന്റ് ബിഫോർ നെക്സ്റ്റ്. ഒരു ഡാറ്റ അയച്ചു, ഓക്കെ, അത് തന്നെയാണ്. നമ്മൾ ഒരു ഡാറ്റ അയച്ചു, ആ ഡാറ്റ അയച്ച് നെക്സ്റ്റ് ഡാറ്റ അയക്കുന്നതിന് മുന്നേ ആ റിസീവർ സൈഡിൽ നിന്നും ഒരു അക്നോളജ്മെന്റ് കിട്ടുന്ന അത്രയും വെയിറ്റ് ചെയ്യും. അത്രയും വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് ഡാറ്റ അയക്കുന്നുണ്ടാവുക. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് മെക്കാനിസം ഓർ ഫ്ലോ കൺട്രോളിങ് മെക്കാനിസം ഈസ് കോൾഡ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ഫ്ലോ കൺട്രോൾ മെക്കാനിസം. ഇതിനെ നമ്മൾ റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോകോൾ ബേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഫ്രെയിം അയക്കുന്നതിന് മുന്നേ ഒരു അക്നോളജ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നു. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഫ്ലോ കൺട്രോൾ ആണ്. ഒരു സെൻഡർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, റിസീവർ അക്നോളജ്മെന്റ് അയക്കുന്നു, അതിനുശേഷം സെൻഡർ വീണ്ടും അത് അടുത്ത ഫ്രെയിം അയക്കുന്നു. ഇങ്ങനെ ഉള്ളതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. സോ നമുക്കൊരു ഓപ്പറേഷൻ ഫോമിൽ അയക്കുകയാണെങ്കിൽ സെൻഡർ സെൻഡ് ചെയ്യുന്നു, റിസീവർ അക്നോളജ്മെന്റ് അയക്കുന്നു, അതിനുശേഷമായിരിക്കും അടുത്ത അയക്കുന്നുണ്ടാവുക. ഇങ്ങനെ അയക്കുന്നതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. നമുക്ക് ഇതിനൊരു അൽഗോരിതം പോലെ എഴുതുകയാണെങ്കിൽ സെൻഡർ ട്രാൻസ്മിറ്റ് എ സിംഗിൾ ഫ്രെയിം. സ്റ്റെപ്പ് 2 റിസീവർ ട്രാൻസ്മിറ്റ് അക്നോളജ്മെന്റ്. സ്റ്റെപ്പ് 3 ഗോ ടു 1. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ഫ്ലോ കൺട്രോൾ ടെക്നിക്. ഇതിൻ്റെ എക്സാമ്പിൾ RPC, റിമോട്ട് പ്രൊസീജിയർ കോൾ. അതൊക്കെ എന്താണ് നമ്മൾ നെക്സ്റ്റ് സെമ്മിൽ 7th സെമ്മിൽ ഡീറ്റെയിൽ ആയി പഠിക്കും, എന്താണ് RPC എന്നൊക്കെ. സോ റിമോട്ട് പ്രൊസീജിയർ കോൾ ഇതിൻ്റെ എക്സാമ്പിൾ ആണെന്ന് ഇപ്പം മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൻ്റെ ഒരു പ്രോബ്ലം എന്തായിരിക്കും? സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൻ്റെ ഇഷ്യൂ എന്താണ്? ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് ഈസ് ദ ഇഷ്യൂ വിത്ത് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ടെക്നിക്?
സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ടെക്നിക്കിൻ്റെ അകത്തുള്ള ഇഷ്യൂ എന്താണ്? എനിവൺ, ഞാൻ ആരെയും പേരെടുത്ത് വിളിക്കുന്നില്ല. പറയാത്ത ആൾക്കാരെല്ലാം ഒന്ന് റെസ്പോണ്ട് ചെയ്തു. തെറ്റിക്കോട്ടെ, എന്നാലും പ്രശ്നമില്ല. എന്താണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ഇതിനകത്തുള്ള ഇഷ്യൂ? ആകാശ്, ആകാശ്, ഓക്കെ. അഭിനവ്, ഓക്കെ. ടൈം ഒരു ഇതാണ്. യെസ്, ഒരു മേജർ ഇഷ്യൂ ടൈം തന്നെയാണ്. ടൈം മീൻസ് ഇത് ഒന്ന് സെൻഡ് ചെയ്ത് അതിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ചെത്തി വീണ്ടും സെൻഡ് ചെയ്ത് അക്നോളജ്മെൻറ്റ് തിരിച്ചെത്തുമ്പോഴേക്ക് ടൈം ഇത് വളരെ സ്ലോ ആയിട്ട് മാത്രമേ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ടൈം എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ടൈം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കുറച്ച് ഡിലേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ടൈം ആണ് പ്രൊപ്പഗേഷൻ ഡിലേ പറയുക. സെയിം ടൈമാണ് ഇവിടുന്ന് അക്നോളജ്മെൻറ്റ് ഇവിടെ എത്താനുള്ള പ്രൊപ്പഗേഷൻ ടൈം ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടൈമും കൂടി എടുക്കും. ഓക്കെ, പ്രോസസ്സിങ് ഡിലേ എടുക്കും. അതായത് ഇവിടുന്ന് ഒരു മെസ്സേജ് ഇവിടെ എത്തി, ഓക്കെ ഇവിടെ എത്തിയെന്ന് മനസ്സിലാക്കി അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം എടുക്കും, എന്നിട്ട് ഇങ്ങോട്ടേക്ക് അയക്കും. സോ അത്രയും ടൈം ഇത് എടുക്കും. അത്രയും ടൈം ഇത് ഓക്കെ ആകാശ്, ടൈം തന്നെയാണ്. സോ ദാറ്റ് ഈസ് ദ ഇഷ്യൂ വിത്ത് stop and wait. Okay, so that is the first technique of flow control. And the second one is sliding window. Sliding window, ഇതൊന്ന് ശ്രദ്ധിക്കുക, ചിലപ്പം ചെറിയൊരു ഡൗട്ട് ഉണ്ടാവുന്ന കേസാണ്. സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ മീൻസ് ഒന്നിൽ കൂടുതൽ ഫ്രെയിംസിന്, ഓഫ് കോഴ്സ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ടെക്നിക്ക് അറ്റ് എ ടൈം ഒരു ഫ്രെയിം മാത്രം അയച്ച് വെയിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഓഫ് കോഴ്സ് സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഫ്രെയിംസ് അറ്റ് എ ടൈം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടെക്നിക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഹിയർ മൾട്ടിപ്പിൾ ഫ്രെയിംസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് അറ്റ് ദ സെയിം ടൈം. ദെൻ ഇവിടെ ഒരു ബഫേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. ദെൻ ബഫേഴ്സ് യൂസ് ചെയ്തിട്ട് റിസീവറിന് അതിൻ്റെതായിട്ടുള്ള സ്പീഡിൽ ഈ ഒരു ഫ്രെയിംസിനെ എടുക്കാൻ വേണ്ടി പറ്റും. സോ ഹിയർ റിസീവർ ആണ് ആക്ച്വലി ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറയാം. ആക്ച്വലി ഈ ഇവിടെ ഓപ്പറേഷൻ്റെ അകത്ത് രണ്ട് ഓപ്പറേഷൻ ഉണ്ട്. സെൻഡിങ് വിൻഡോ ഉണ്ട്, റിസീവിങ് വിൻഡോ ഉണ്ട്. ഓക്കെ, ഒരു സെൻഡിങ് വിൻഡോവും റിസീവിങ് വിൻഡോ ഉണ്ടാവും. ഇത് സെൻഡർ സൈഡും ഇത് റിസീവർ സൈഡുമാണ്. ഒന്ന് ശ്രദ്ധിക്കണം, ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള പാർട്ടായിരിക്കും. ദിസ് ഈസ് സെൻഡർ സൈഡ്, ദിസ് ഈസ് റിസീവർ സൈഡ്. സെൻഡർ സൈഡിൽ നിന്ന് അയക്കുന്ന അതേ ഡാറ്റ തന്നെയാണ് ഇവിടെ റിസീവർ സൈഡിൽ റീച്ച് ചെയ്യുന്നത്. ആൻഡ് റിസീവർ ഹാസ് ദ കപ്പാസിറ്റി ടു കൺട്രോൾ ദിസ് വിൻഡോ. ഈ വിൻഡോനെയാണ് സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്? ഈ വിൻഡോയുടെ സൈസ് കുറക്കാനും കൂട്ടാനും വേണ്ടി പറ്റും. ഓക്കെ, അതായത് റിസീവർക്ക് ഈ വിൻഡോയുടെ സൈസ് കൂട്ടാനും കുറക്കാനും പറ്റും. ഈ വിൻഡോ മീൻസ് ഈ വിൻഡോയുടെ ഉള്ളിലാണ് അത്രയും ഡാറ്റ ഉണ്ടാവുക. ഇത് കുറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ഈ ഒരു വിൻഡോൻ്റെ അകത്ത് 0, 1, 2, 3, 4, 5, 6 ഫ്രെയിംസ് ഉണ്ട്. ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് ഇത്രയാക്കിയെന്ന് വരിക. അപ്പം അതിനകത്ത് 0, 1, 2, 3 ഫ്രെയിംസ് മാത്രമേ ഉണ്ടാവും. ഈ ഒരു ഫ്രെയിമിൻ്റെ അല്ലെങ്കിൽ വിൻഡോയുടെ സൈസ് കൂട്ടിയെന്ന് വരിക. അങ്ങനെയാണെങ്കിൽ 0, 1, 2, 3, 4, 5, 6, 7 അടുത്ത അങ്ങനെയുള്ള ഫ്രെയിംസുകൾ ഇതിൽ വരും. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ദിസ് ഈസ് എ വിൻഡോ ആൻഡ് ദിസ് വിൻഡോ ഇസ് കോൾഡ് സ്ലൈഡിംഗ് വിൻഡോ ആൻഡ് ദ റിസീവർ ക്യാൻ കൺട്രോൾ ദ സൈസ് ഓഫ് ദി സ്ലൈഡിംഗ് വിൻഡോ. ഈ സ്ലൈഡിംഗ് വിൻഡോയുടെ സൈസ് കൺട്രോൾ ചെയ്യാനുള്ള പവർ റിസീവർ വിൻഡോക്ക് ഉണ്ട്. ഓക്കെ, സോ ഈ റിസീവർ വിൻഡോ എന്ത് ചെയ്യും? ഇപ്പം സെൻറ്റർ വിൻഡോ 6 ഫ്രെയിംസ് ഉൾപ്പെടുന്ന ഒരു സ്ലൈഡിംഗ് വിൻഡോ ആണ് അറ്റ് എ ടൈം അയക്കുന്നത്. അത് റിസീവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നൗ റിസീവർ വേറെ എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ഫ്രെയിംസിനെ പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി റിസീവർക്ക് കുറഞ്ഞു. അപ്പോൾ റിസീവർ എന്ത് ചെയ്യും? ഈ വിൻഡോയുടെ സൈസ് ഒന്ന് കുറക്കും, ഇത്രയാക്കി കുറക്കും.
ഈ റിസീവർ വിൻഡോയുടെ സൈസ് കുറക്കുന്നതിനനുസരിച്ചിട്ട് സെൻറ്റർ സൈഡിലുള്ള വിൻഡോവും ഓട്ടോമാറ്റിക്കായിട്ട് അതിനനുസരിച്ചിട്ട് ചെറുതാവും. അതായത് ഈ റിസീവർ വിൻഡോ ഇപ്പം ചെറുതാക്കി ഈ 3 വരെ എത്തിക്കുന്നെങ്കിൽ ഈ റിസീവർ വിൻഡോവും മീൻസ് സെൻറ്റർ സൈഡിലുള്ള വിൻഡോവും ചെറുതായിട്ട് 3 വരെ എത്തും. ഓക്കെ, ഇനി റിസീവർ സൈഡിലുള്ള വിൻഡോ ഇത് വലുതാക്കി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു എന്നിരിക്കുക, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തു എന്നിരിക്കുക. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്റർ സൈഡിലുള്ള വിൻഡോവും എക്സ്പാൻഡ് ആവും. ഒന്നുകൂടി ഞാൻ കൺസെപ്റ്റ് പറയാം. There are two windows, sending window and receiving window. The receiver can control the size of the receiver window. Okay, and based on the size of the receiver window, automatically the sender side window will be also rearranged. അതായത് ഒന്നുകിൽ അത് കംപ്രസ് ചെയ്യും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, സോ റിസീവർക്ക് ഈ വിൻഡോയുടെ സൈസ് കുറക്കാനും കൂട്ടാനും പറ്റും. അതിനനുസരിച്ചിട്ട് സെൻഡർ എന്ത് ചെയ്യും, സെൻഡറിന്റെ സൈഡിലുള്ള വിൻഡോയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറയും കൂടുകയും ചെയ്യും. ഓക്കെ, ഇതാണ് സെൻഡിങ് വിൻഡോ ആൻഡ് റിസീവിങ് വിൻഡോയുടെ പ്രോപ്പർട്ടി. സോ ഈ സ്ലൈഡിങ് വിൻഡോൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്? ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും ഈ സ്ലൈഡിങ് വിൻഡോ പ്രോട്ടോക്കോളിൻ്റെ അകത്ത് ഫ്ലോ കൺട്രോൾ അച്ചീവ് ചെയ്യുന്നത്? ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സംഭവം കിട്ടും. സിമ്പിളാണ്. ഒന്ന് ആലോചിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. ഞാനീ പറഞ്ഞതിൽ തന്നെ ഓൾമോസ്റ്റ് ആൻസർ ഉണ്ട്. അതിനൊന്ന് ഫ്ലോ കൺട്രോളിന്റെ ടേമിലോട്ട് മാറ്റിയാൽ മതി. എനിവൺ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. സെൻഡർ വിൻഡോ, റിസീവർ വിൻഡോ. ഈ റിസീവർ വിൻഡോ എങ്ങനെയാണോ മാറുന്നത് അതിനനുസരിച്ച് സെൻഡർ വിൻഡോ മാറും. ഇത് ചെറുതാവുകയാണെങ്കിൽ ഇതും ചെറുതാവും, ഇത് വലുതാവുകയാണെങ്കിൽ ഇതും വലുതാവും. ഓക്കെ, ആൻഡ് ദ റിസീവർ ക്യാൻ കൺട്രോൾ ദിസ് റിസീവർ വിൻഡോ. ഒരു വിൻഡോയിൽ ഒന്നിൽ കൂടുതൽ ഫ്രെയിംസ് ആക്കിയിട്ട് നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പറയാനേ ഉള്ളൂ എന്താണ് സ്ലൈഡിംഗ് വിൻഡോ ബേസ്ഡ് ഫ്ലോ കൺട്രോൾ ടെക്നിക്. അദ്വൈതേ പറയാൻ പറ്റുമോ? അദ്വൈത് അദ്വൈത് ഉണ്ടോ? ഓക്കെ, അഖിൽ സാറ് മൾട്ടിപ്പിൾ ഫ്രെയിംസിന് അക്നോളജ്മെന്റ് വരുന്നതിന് മുന്നേ സിങ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ 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 അഖിൽ, മീൻസ് ഇവിടെ ഓക്കെ നമ്മൾ അക്നോളജ്മെന്റ് ബേസ് നമ്മൾ അങ്ങോട്ടേക്ക് അക്നോളജ്മെന്റ് അല്ല കൊടുക്കുക. അതിനു പകരം ഈ വിൻഡോയുടെ സൈസ് കുറക്കുകയും കൂട്ടുകയാണ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആൻസർ ആക്ച്വലി ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫ്ലോ കൺട്രോളിന്റെ രീതി പറഞ്ഞാൽ മതി. എന്താണെന്ന് വെച്ചാൽ സെൻഡർ ഇപ്പം അറ്റ് എ ടൈം ഇത്രയും ഫ്രെയിംസുകൾ ചേർന്ന ഒരു വിൻഡോ ആയിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. റിസീവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബട്ട് റിസീവർ സൈഡിൽ ഇപ്പോൾ വേറെ എന്തൊക്കെയോ വർക്ക് വന്ന് റിസീവറിന്റെ പ്രോസസ്സറിന് ഇത്രയും ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം എന്ത് ചെയ്യും, റിസീവർ ഈ വിൻഡോയുടെ സൈസ് അങ്ങ് കുറക്കും. റിസീവർ വിൻഡോയുടെ സൈസ് കുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻഡർക്ക് മനസ്സിലായി ഓക്കെ റിസീവർ വിൻഡോയുടെ സൈസ് കുറച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം റിസീവർക്ക് അത്രയും എടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻഡറിന്റെ വിൻഡോയും സൈസും അത്രയായിട്ട് കുറയും. പിന്നെ ഇത് അയക്കുന്നുണ്ടാവുക ഈ ചെറിയ സൈസിലുള്ള വിൻഡോ ആയിരിക്കും അയക്കുന്നുണ്ടാവുക. അതായത് ഈ 3 ഫ്രെയിംസ് അല്ലെങ്കിൽ 4 ഫ്രെയിംസ് മാത്രമായിരിക്കും അറ്റ് എ ടൈം അയക്കുന്നുണ്ടാവുക. ആദ്യം ഈ ഫിഗർ നോക്കിയാൽ മതി, 6 ഫ്രെയിംസ് അയക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇതിന്റെ സൈസ് കുറച്ചിട്ട് റിസീവർ എന്തായി 3 എണ്ണാക്കി മാറ്റി.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്ററിൻ്റെ ഇതും കുറഞ്ഞിട്ട് 3 മാറും. പിന്നെ കുറച്ച് സമയത്തോട്ട് 3 ആയിരിക്കും അയക്കുന്നുണ്ടാവുക. സോ റിസീവർ എന്ത് ചെയ്തു, അത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന വർക്കെല്ലാം ചെയ്തു. ഇപ്പോൾ റിസീവർ കുറച്ചുകൂടി ഫ്രീ ആണ്. ആ സമയത്ത് എന്ത് ചെയ്യും, റിസീവർക്ക് കുറച്ചുകൂടി കൂടുതൽ ഇത് എടുക്കാൻ വേണ്ടി പറ്റും. അന്നേരം എന്ത് ചെയ്യും, റിസീവർ ഈ വിൻഡോയുടെ സൈസ് പിന്നെയും കുറച്ചുകൂടി അങ്ങ് കൂട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സെൻറ്ററിൻ്റെ അകത്തുള്ള വിൻഡോയുടെ സൈസും കൂടും. അപ്പം അത്രയും എമൗണ്ട് ഓഫ് ഡാറ്റ സെൻറ്റർക്ക് അയക്കും, റിസീവർ എടുക്കുകയും ചെയ്യും. അതായത് റിസീവർ നോക്കുന്നു, എനിക്കിപ്പം കുറച്ച് ഡാറ്റ നല്ലോണം എടുക്കാൻ പറ്റുന്നുണ്ടോ, ഓക്കെ, എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വിൻഡോയുടെ സൈസും കൂട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്റർ സൈഡിലുള്ള വിൻഡോയുടെ സൈസും കൂടും. അത്രയും ഫ്രെയിംസിന് അയക്കാൻ വേണ്ടി പറ്റും. ഇനി റിസീവർക്ക് അത്രയും ഫ്രെയിംസിന് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ റിസീവർ എന്ത് ചെയ്യും, ആ വിൻഡോയുടെ സൈസ് കുറച്ചങ്ങ് കുറക്കും. വിൻഡോയുടെ സൈസ് കുറക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്ററിൻ്റെ സൈഡിലുള്ള വിൻഡോ സൈസും കുറയും. പിന്നെ ആ ഒരു എമൗണ്ട് ഡാറ്റ മാത്രമേ അയക്കുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ കൺസെപ്റ്റിനെ ഫ്ലോ കൺട്രോളിലോട്ടൊന്ന് ജസ്റ്റ് മാറ്റിയാൽ മാത്രം മതി. ഇനിയും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണോ ഇത്? ഇത് ആക്ച്വലി സെൻഡ് ചെയ്യുന്ന ഡാറ്റയാണ്. ഇങ്ങനെ കുറേ ഇതായിട്ടാണ് അയക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇവിടെ ഒരു വിൻഡോ ഉണ്ടാവും. ഇത് സെൻറ്റർ സൈഡ്, ഇത് റിസീവർ സൈഡാന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സെൻറ്റർ സൈഡിൽ അയക്കുന്ന അതേ ഡാറ്റയാണ് ഈ റിസീവർ സൈഡിൽ എത്തുന്നത്. ഓക്കെ, ഈ സെൻറ്റർ സൈഡിലും റിസീവർ സൈഡിലും ഓരോ വിൻഡോ ഉണ്ടാവും. ഈ വിൻഡോയുടെ സൈസ് നിയന്ത്രിക്കുന്നത് റിസീവറാണ്. ഓക്കെ, സോ ഇപ്പം ഈ വിൻഡോയുടെ സൈസ് ഇത്രയാന്ന് വിചാരിക്കുക. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിൻഡോ സൈസ് തന്നെയായിരിക്കും ഈ സെൻറ്ററിലും ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ റിസീവറിന് ഈ വിൻഡോയുടെ സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പം അറ്റ് എ ടൈമിൽ നമുക്ക് 1, 2, 3, 4, 5 ഫ്രെയിമിന് റിസീവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഇപ്പം അല്ലെങ്കിൽ വേണ്ട 6 ഫ്രെയിമിന് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് റിസീവറിന്റെ കപ്പാസിറ്റി കുറച്ചൊന്ന് കുറഞ്ഞു, കാരണം അത് വേറെ എന്തൊക്കെയോ പ്രോസസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, ഇത് ഈ വിൻഡോ സൈസ് ഒന്ന് കുറക്കും. വിൻഡോ സൈസ് കുറച്ച് 3 മാത്രമാക്കി മാറ്റും. ആ 3 മാത്രമാക്കി മാറ്റുന്ന സമയത്ത് ഈ സെൻറ്റർ സൈഡിലും ആദ്യം 5 തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതും ഇതിന് കറസ്പോണ്ടിങ് ആയി കുറഞ്ഞിട്ട് 3 മാറും. പിന്നെ കുറച്ച് സമയത്തോട്ട് ഈ 3 ഫ്രെയിംസും മാത്രമായിരിക്കും അറ്റ് എ ടൈം അയക്കുന്നുണ്ടാവുക. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞു റിസീവറിന് കുറച്ചുകൂടി കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി വന്നു. അപ്പം എന്ത് ചെയ്യും, റിസീവർ ഈ 3 സൈസ് കൂട്ടി ഒരു 5 6 ആക്കി മാറ്റി. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്ററും എന്ത് ചെയ്യും, 3 എന്നുള്ളത് നടക്കുന്നത് മാറിയിട്ട് ഒരു 5 മാറും. പിന്നെ കുറേ സമയത്തേക്ക് 5 6 ഫ്രെയിം വെച്ചിട്ടായിരിക്കും ഇത് അയക്കുന്നുണ്ടാവുക. മീൻസ് ഇവിടെ എത്രയാണോ ഉള്ളത്, ഇവിടെ ഇപ്പോൾ 1 2 3 4 5 6 ഉണ്ടെങ്കിൽ 6 വെച്ചിട്ടായിരിക്കും സെൻറ്റർ അയക്കുന്നുണ്ടാവുക. ഈ രീതിയിൽ ഫ്ലോ കൺട്രോൾ ചെയ്യുക. ഇതാണ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ. ഇപ്പോൾ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, ഇല്ല എങ്കിൽ ഒന്നുകൂടി പറയാം. ബാക്കിയുള്ളവർ, ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പാർട്ടാണ്. അതുകൊണ്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സിമ്പിൾ കൺസെപ്റ്റാണ്, അധികം ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ഒരു ഫിഗർ ഇപ്പം വരക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ റിസീവർക്ക് ഇതിൻ്റെ വിൻഡോ കൺട്രോൾ ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറക്കാനും പറ്റും. ഇവിടെ എങ്ങനെയാണോ കൂട്ടുക കുറക്കുക ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്ററിൻ്റെതും കൂടുകയും കുറയുകയും ചെയ്യും. കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫ്രെയിംസ് മാത്രമേ അയക്കാൻ പറ്റും, കൂടിക്കഴിഞ്ഞാൽ അത്രയും ഫ്രെയിംസ് കൂടുതൽ അയക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഒന്ന് സിങ്ക്രണൈസ് ചെയ്യണമെന്ന് മാത്രം. So this is about sliding window flow control technique. Next നമുക്ക് എറർ കൺട്രോൾ ആണ്. ഈ എറർ കൺട്രോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ലാസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. ARQ ടെക്നിക്, ARQ എറർ കൺട്രോൾ ടെക്നിക്.
ഇറർ കൺട്രോൾ മീൻസ് ഓൾറെഡി പറഞ്ഞു, ഒരു സെൻഡർ ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മീഡിയ പെർഫെക്റ്റ് ആയിരിക്കില്ല, എന്തായാലും ഇറർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 0 1 ആവാം, 1 0 ആവാം, മേ ബി ഒരു ഫ്രെയിംസ് മിസ്സായി പോവാം, അങ്ങനെയുള്ള കുറേ കേസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഇറേഴ്സിനെ ഡിറ്റക്ട് ചെയ്യണം, സോൾവ് ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ARQ ടെക്നിക്. ARQ എറർ കൺട്രോൾ ടെക്നിക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് ടെക്നിക്. ഓക്കെ, so this error control technique also classified into two: stop and wait and sliding window. This sliding window is again classified into two: go back and selective repeat. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു തന്നെയാണ്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് സെയിം കൺസെപ്റ്റ്, നമ്മൾ നേരത്തെ പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെയാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. ഒരു ഫ്രെയിം സെൻഡ് ചെയ്യുന്നു, റിസീവർ സൈഡിൽ എത്തുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഇറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, ഇല്ല എങ്കിൽ അക്നോളജ്മെൻറ്റും, ഇറർ ഉണ്ട് എങ്കിൽ നോട്ട് അക്നോളജ്മെൻറ്റും അയക്കുന്നു. അക്നോളജ്മെൻ്റ് ആണ് കിട്ടിയതെങ്കിൽ നെക്സ്റ്റ് ഫ്രെയിം അയക്കുന്നു, നോട്ട് അക്നോളജ്മെൻ്റ് ആണ് കിട്ടിയെങ്കിൽ സെയിം ഫ്രെയിം വീണ്ടും ഒന്നുകൂടി അയക്കുന്നു. ഇതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഇഷ്യൂസ് ആണുള്ളത്. അതായത് ടൈം എന്നുള്ള പ്രോബ്ലം ആണ്. ഇവിടുന്ന് മുതൽ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പ്രോസസ്സിംഗ് ടൈമും പ്രൊപ്പഗേഷൻ ടൈമും, അതേപോലെ ഇവിടുന്ന് ഇവിടെ എത്താൻ വേണ്ടി സെയിം പ്രൊപ്പഗേഷൻ ടൈം ഉണ്ടാവും, പ്ലസ് ഈ ഫ്രെയിം കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിംഗ് ടൈമും ഉണ്ടാവും. സോ 2 പ്രൊപ്പഗേഷൻ ടൈം പ്ലസ് പ്രോസസ്സിംഗ് ടൈം, എത്ര ടൈം എടുക്കും അത്രയും ടൈമാണ് ഈ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിന് ടൈം എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ. ഈ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൽ ഉണ്ടാകുന്ന 2 കേസസ് എന്തൊക്കെയായിരുന്നു? നമ്മൾ 2 കേസസ് ഇൻ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ടെക്നിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. അതെന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ആർ ദ 2 കേസസ് ഇൻ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്? സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിലുള്ള 2 കേസസ് എന്തൊക്കെയാണ്? ഇപ്പൊ പറയുമ്പോൾ പോലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ കേസസ് ആയിട്ടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. സെൻഡ് ഡാറ്റ അറ്റ് എ ടൈം. ഓക്കെ, സെൻഡ് ഡാറ്റ അറ്റ് എ ടൈം എന്നുള്ളത് ഈ ഒരു സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിന്റെ കൺസെപ്റ്റ് ആണ്. അറ്റ് എ ടൈം ഒരു ഡാറ്റ മാത്രം സെൻഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് തന്നെ വരുന്ന 2 കേസസ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇറർ ഉണ്ട് അല്ലെങ്കിൽ ഇറർ ഇല്ല എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന 2 കേസസ് എന്തൊക്കെയാണ്? അതായത് ഇറർ ചെക്കിംഗ് ടൈമിൽ ഉണ്ടാവുന്ന 2 കേസസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് 2 പോസിബിൾ ടൈപ്പ് ഓഫ് ഇറേഴ്സ് ഇൻ കേസ് ഓഫ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്? സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് അല്ല, ഏത് കേസാണെങ്കിലും ആ 2 പോസിബിൾ ടൈപ്പ് ഓഫ് ഇറേഴ്സ് എന്തൊക്കെയാണ്? യെസ്, ഒന്ന് ലോസ്റ്റ് ഫ്രെയിംസ് ആണ്. ഓക്കെ കീർത്തന, ഒന്ന് ലോസ്റ്റ് ഫ്രെയിം ആണ്. 2 ഫ്രെയിം ലോസ്റ്റ് ആവുന്നില്ല, പ്രോപ്പറായിട്ട് അവിടെ എത്തുന്നുണ്ട്, ബട്ട് അതിൽ ഇറർ ഉണ്ടാവുന്നു. ഈ 2 കേസസ് ആണ് ഉണ്ടാവുക. ഒന്നുകൂടി പറയാം. ഒന്ന്, അയക്കുന്ന സാധനം കറക്റ്റായിട്ട് അവിടെ എത്തുന്നുണ്ട്, പക്ഷെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് അയച്ച പോലെയല്ല അവിടെ എത്തിയെന്ന് മനസ്സിലായി. അത് ഒരു കേസ്. രണ്ടാമത്തെ കേസ്, ഇവിടുന്ന് അയക്കുന്നുണ്ട്, സെൻഡർ അയക്കുന്നുണ്ട്, ബട്ട് അത് റിസീവറിലോട്ട് എത്തുന്നില്ല. ഇൻ ബിറ്റ്വീൻ അത് ഫ്രെയിം ലോസായി പോയിട്ടുണ്ട്. ഈ 2 കേസസ് ആണ് വരുന്നത്. ഓക്കെ, so there are 2 possibilities: retransmission due to lost frame, retransmission due to receive of not acknowledgement frame. ഈ 2 കേസിലാണ് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് ഫ്രെയിംസ് ലോസായി പോവാം, 2 ലോസ് ആയിട്ടില്ല, കറക്റ്റായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്, ബട്ട് നോട്ട് അക്നോളജ്മെന്റ് ആണ് വരുന്നത്. നോട്ട് അക്നോളജ്മെന്റ് മീൻസ് എന്തോ ഒരു ഇറർ സംഭവിച്ചിട്ടുണ്ട്. ഈ 2 കേസസ് ഉണ്ടാവാം. ആൻഡ് ദീസ് ലോസ്റ്റ് ഫ്രെയിംസിനെ നമ്മൾ എങ്ങനെയായിരുന്നു ഐഡന്റിഫൈ ചെയ്യുന്നത്? എന്ത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോസ്റ്റ് ഫ്രെയിംസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്. Which technique is used to identify the lost frames? Or which method? ഇതും
നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി കേട്ടതാണ്, അറിയുന്ന കാര്യം തന്നെയാണ്. ലോസ്റ്റ് ഫ്രെയിമിനെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അതായത് ഒരു ഫ്രെയിം ലോസ് ആയി എന്ന് സെൻഡർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്, ഓക്കെ, എറർ കൺട്രോൾ. യെസ്, ഈ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള എറർ കൺട്രോൾ തന്നെ. ബട്ട് ഒരു ഫ്രെയിം ലോസ് ആയി എന്ന് എങ്ങനെയാണ് സെൻഡർക്ക് മനസ്സിലാവുക? ഈ കൺസെപ്റ്റ് ഒക്കെ എല്ലാം ഇതിൽ വരുന്നതാണ്. ബട്ട് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, യെസ്, ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ടൈം ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടൈം ഔട്ട്, ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ടൈം ഔട്ട്. ഓക്കെ ഓക്കെ ദേവിക. സോ ടൈം ഔട്ട് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് ലോസ്റ്റ് ഫ്രെയിമിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് ഒരു ഫ്രെയിം അവിടെ എത്തി അക്നോളജ്മെന്റോ നോട്ട് അക്നോളജ്മെന്റോ വരാൻ വേണ്ടി ഒരു ടൈം എടുക്കുമായിരുന്നു. ആ ടൈമിന്റെ ഉള്ളിലും ഒന്നും വന്നിട്ടില്ല എങ്കിൽ ഓക്കെ, മനസ്സിലായി, ഇപ്പൊ അയച്ച മെസ്സേജ് പ്രോപ്പറായിട്ട് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. സോ അങ്ങനെയാണ് ടൈം ഔട്ട് വെച്ചിട്ടാണ് നമ്മൾ ലോസ്റ്റ് ഫ്രെയിംസിനെ കണ്ടുപിടിക്കുന്നത്. ദെൻ റീട്രാൻസ്മിഷൻ ഡ്യൂ ടു നോട്ട് അക്നോളജ്മെന്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നോട്ട് അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മെസ്സേജ് വരും. അപ്പം സെയിം ഫ്രെയിം തന്നെ വീണ്ടും നമ്മൾ ഒന്നുകൂടി അയക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്. ദെൻ ഗോ ബാക്ക് ആൻഡ് സെലക്റ്റീവ് റിപ്പീറ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അത് നമുക്ക് ഇപ്പം ടൈമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു ഇന്ന്? ഫ്ലോ കൺട്രോൾ ടെക്നിക്ക് ഡിസ്കസ് ചെയ്തു. ഫ്ലോ കൺട്രോളിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു. ഫ്ലോ കൺട്രോളിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു? 2 ജനറൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും മാറിപ്പോവരുത്. ഇതിൽ എറർ കൺട്രോള് കോമൺ ആയിട്ട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫ്ലോ കൺട്രോളും മേ ബി ചോദിക്കാം. ഫ്ലോ കൺട്രോളറിന്റെ ജനറൽ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയായിരുന്നു? യെസ്, ഒന്ന് ഫീഡ്ബാക്ക് ബേസ്ഡ്, ഓക്കെ മസ്ന, ഒന്ന് ഫീഡ്ബാക്ക് ബേസ്ഡ്, ഓക്കെ അനക. ദെൻ സെക്കൻഡ് വൺ ഈസ് റേറ്റ് ബേസ്ഡ്. ഓക്കെ, ദെൻ അതിനുശേഷം ഇത് ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പം ഫ്ലോ കൺട്രോൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ടെക്നിക്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റും സ്ലൈഡിംഗ് വിൻഡോ ഉണ്ട്. ആ വിൻഡോസിന്റെ സൈസ് മാറുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ റേറ്റും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ദെൻ അതിനുശേഷം എറർ കൺട്രോളും സ്റ്റോപ്പ് ആൻഡ് വെയിറ്റും സ്ലൈഡിംഗ് വിൻഡോ ഉണ്ട്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്ലൈഡിംഗ് വിൻഡോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് സ്ലൈഡിംഗ് വിൻഡോ ഇസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഗോ ബാക്ക് ആൻഡ് സെലക്റ്റീവ് റിപ്പീറ്റ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ചോദിക്കാം. നിങ്ങൾ ഒരു കാര്യം കൂടി പറയട്ടെ, ലാബിൻ്റെത് കഴിഞ്ഞ, ഇപ്പം നമ്മൾ 4ാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് ഇന്ന് ഇഷ്യൂ ചെയ്യുന്നത്. 1ഉം 2ഉം പോലും എഴുതി അപ്ലോഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. എത്രയും പെട്ടെന്ന് അത് അപ്ലോഡ് ചെയ്യുക. ഇന്ന് തന്നെ 1ഉം 2ഉം എല്ലാവരും അപ്ലോഡ് ചെയ്യാം. 3ാമത്തത് കൂടി ഉണ്ട്. അത് ഈ വീക്കെൻഡോട് കൂടി ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് എല്ലാവരും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ലാബിൻ്റെ കേസാണ്. അതേപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അസൈൻമെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അറ്റൻഡൻസ് ആകാശ്, അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ, അനഘ, അഞ്ജലി, ഇല്ലേ? അഞ്ജലിയുടെ ഒന്ന് മെസ്സേജ് പറയാം. അനുഗ്രഹ്, അതിൻ, അതുൽ, ഓക്കെ. ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, ഓക്കെ. സിനാൻ, ഇജാസ്, നഫ, സിനാൻ, ഓക്കെ. നേഹ, നിതിൻ, പ്രണവേ, പ്രണവേ,
Pranav C, Raisa, Rasana. Okay. Ruswin, Roshan, Salabi. Ruswin, Roshan. Sahala and Sangeet Saran. Sharun, Shraddha, Vishnu. Sharun absent ആണോ? Sharun absent. Vaishnavi, Srishma, Anjita, Shirona. Okay. Okay, thank you.